നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ സൂപ്പർ ഫുഡൊന്ന് പരിചയപ്പെടാം. ഇത് കണ്ടാൽ നമുക്ക് കൂര കാണുന്നേ പെട്ടെന്ന് തോന്നും, എന്നാലും ഇത് കൂരകല്ല. നമുക്കധികം പരിചിതമല്ലാത്തൊരു സൂപ്പർ ഫുഡാണിത്. ഇതിൻ്റെ പേര് ക്രസ് സീഡ് എന്നാണ്, അഥവാ ഹലിം സീഡ് എന്നും പറയും. മലയാളത്തിൽ ഇത് ആശാളി വിത്ത് എന്നാണ് പറയുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണിത്. ഈ വിത്തിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹൈലി ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ചില ഡ്രൈ ഫ്രൂട്ട്സും കൂടി നട്ട്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട നല്ല സ്വാദുള്ള ലഡ്ഡു ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ വിഷയം. ഒരു ദിവസം ഓരോന്ന് വിധം കഴിച്ചാൽ മതി, മാജിക്ക് പോലെ നമ്മുടെ ആരോഗ്യം സമ്പൂർണ്ണമാക്കാം. ടിപ്സ് കാണാൻ മറക്കരുത്. നോമ്പുതുറ കഞ്ഞിയിലും കർക്കിടക കഞ്ഞിയിലും ഒക്കെ ഈ ആശാളി സീഡ് അഥവാ ക്രസ് സീഡ് വളരെ പ്രാധാന്യത്തോടെ ചേർക്കാറുണ്ട്. ഇത് കാണുമ്പോൾ ചിയ സീഡ്സിൻ്റെ ഒരു ഷേപ്പാണ് ഇതിന്. കളറ് രണ്ടാണ്. രണ്ടിലും ന്യൂട്രിയൻ ഫാക്ടേഴ്സ് വ്യത്യാസമാണ്. എന്നാലും രണ്ടിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻസും ഫൈബറും ഒക്കെ ധാരാളം ഉണ്ട്. ചിയ സീഡ്സിൽ മഗ്നീഷ്യവും സിങ്കും ഒക്കെ ഉള്ളപ്പോൾ അയണും വൈറ്റമിൻ കെയും കാൽഷ്യം ഒക്കെയാണ് ക്രസ് സീഡിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു സവിശേഷതയാണ്, നമ്മൾ അല്പം വെള്ളം ഒഴിച്ചാൽ രണ്ടും ആ വെള്ളം അബ്സോർബ് ചെയ്ത് ഒരു ജെല്ല് പോലെ ആകും. രണ്ടും സൂപ്പർ ഫുഡുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ചിയ സീഡ്സ് വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതേസമയം ഈ ക്രസ് സീഡ്സ് എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ളൊരു, അതായത് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫുഡാണ്. ഇത്രയൊക്കെ സാമ്യതയുണ്ടെങ്കിലും രണ്ടും രണ്ട് ഫാമിലിയാണ്. ചിയ സീഡ് എന്ന് പറയുന്ന മിൻറ്റ് ഫാമിലി, ക്രസ് സീഡ് എന്ന് പറയുന്നത് കടുകിൻ്റെയൊക്കെ മസ്റ്റാർഡ് ഫാമിലിയിൽ വരും. ചിയ സീഡ്സിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ആ മേലിൽ കാണുന്ന ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ കിട്ടും. അല്ലാതെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. കണ്ടില്ലേ, വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ജെല്ല് പോലെ ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ഈ ക്രസ് സീഡ് അല്ലെങ്കിൽ ആശാളി വിത്ത് കൊണ്ടുള്ള ഒരു സൂപ്പർ ലഡ്ഡു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. 1/4 കപ്പ് ആശാളി വിത്ത് എടുക്കുക. അതിനെ ഒന്ന് കഴുകേണ്ടി വരും. അപ്പം നമ്മൾ പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയതാണ്. മരുന്നുകളൊക്കെ വിൽക്കുന്ന ആയുർവേദ മരുന്നുകൾ കിട്ടുന്ന കടയിൽ നിന്ന്. അപ്പോൾ ഇത് കുറച്ചും കൂടി ചിയ സീഡ്സിനെക്കാട്ടി ചീപ്പാണ്, കുറച്ചുകൂടി ചീപ്പാണ്. 100 ഗ്രാമിന് 60 രൂപയായിരുന്നു. അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് മറ്റു മരുന്നുകളുടെയൊക്കെ ഒരു മണം മാറാൻ വേണ്ടിയാണ് ഞാനൊന്ന് പെട്ടെന്നൊന്ന് കഴുകി. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ക്രസ് സീഡ് എന്ന് പറഞ്ഞ് പാക്കറ്റിൽ കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കണം. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 1-2 മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് വരും. ഇതിനോടൊപ്പം കുറച്ച് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടിയൊക്കെ ചേർത്താണ് നമ്മൾ ഈ ലഡ്ഡു ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 8 ഐറ്റം എടുത്തിട്ടുണ്ട്, എല്ലാം 1/4 കപ്പ് വീതം. ഇത്രയും എല്ലാം വേണമെന്നില്ല, 2-3 ഐറ്റം ഇല്ല മിസ്സായാലും കുഴപ്പമില്ല. നമ്മൾ ആ അളവിനനുസരിച്ച് ഇട്ടാൽ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ സപ്ലിമെൻറ്റിലൂടെ, അതായത് ക്യാപ്സ്യൂളും ഒക്കെ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നാച്ചുറൽ ഫുഡിൽ നിന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിനൊരിക്കലും മറ്റ് ദോഷങ്ങളൊന്നും സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടാകില്ല. ഇനി ഈ ഡ്രൈ ആയിട്ടുള്ള നട്ട്സുകളെല്ലാം മിക്സിയുടെ ജാറിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഒന്ന് തരിതരിപ്പോടെ പൊടിച്ച് വയ്ക്കണം. റൈസിൻസ് പൊടിക്കണ്ട, അതുപോലെ ഇട്ടാൽ മതി. പിന്നെ ഡേറ്റ്സ് ആണെന്ന് ഒന്ന് ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഇനി 1/2 കപ്പ് തേങ്ങ തിരുമ്മി വയ്ക്കുക. പിന്നെ 1 കപ്പ് ശർക്കര, അത് പൊടിയായാലും മതി, അല്ല ലിക്വിഡായിട്ട് ഉരുക്കി വെച്ചാലും മതി. ഇപ്പോൾ ഏകദേശം 1-2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ അത് ആശാളി വിത്ത്, അതായത് ഈ ക്രസ് സീഡൊക്കെ നന്നായിട്ടൊന്ന് ജെല്ല് പോലെ ആയി, നല്ലതായിട്ട് പാലെല്ലാം അബ്സോർബ് ചെയ്തു ജെല്ല് പോലെ വഴുവഴുപ്പോടെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫൈബറും ഉണ്ട്, അതുകൊണ്ട് ഡൈജഷന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കണേ. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ഇടണം. എന്നിട്ട് ആ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റമായിട്ട് അതിലോട്ടിടുക. അപ്പോൾ ആദ്യം ഞാൻ ബദാമാണ് ഇടുന്നത്, ബദാം പൊടിച്ചത്. അതൊരു 30 സെക്കൻഡോളം ഒന്ന് മീഡിയം ഫ്ലെയിം മതി, അതിലിട്ടൊന്ന് ഇളക്കുക. രണ്ടാമത് ഇടുന്നത് പിസ്ത. ഏത് ഓർഡറൊന്നുമില്ല, നമ്മൾ ആദ്യം ഈ നട്ട്സും ഡ്രൈ നട്ട്സ് എല്ലാം പൊടിച്ചതൊക്കെ അങ്ങ് ഇട്ടാൽ മതി. 30 സെക്കൻഡ് ഇടവിട്ട് അപ്പോഴേക്കും അതൊന്ന് മൂത്ത് വരും. കരിയാതെ നോക്കിയാൽ മതി. രണ്ടാമത് പിസ്ത. ആയുർവേദം ഈ ക്രസ് സീഡിനെ ഒരു ഔഷധമായിട്ട് കാണുന്നതിന് പ്രധാന കാരണം അത് ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും വാതത്തിനും പിന്നെ സ്ത്രീകൾക്ക് പ്രസവ രക്ഷയായിട്ടും പിന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ശരീരവേദന മാറ്റാനും നീരിനും ഒക്കെ പണ്ട് മുതലേ ഈ ആശാളി എന്ന സീഡ് ഉപയോഗിച്ച് വരുന്നുണ്ടായിരുന്നേ. ഇതിനൊക്കെ പുറമെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത്. കൂടാതെ ഈ പ്രമേഹമുള്ളവരിൽ, അതായത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. ഗൂഗിളിലും വിക്കിപീഡിയയിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. പിന്നെ ആസ്മയ്ക്കും ബ്രോങ്കൈറ്റിസിനും ഒക്കെ നല്ലതാണെന്ന് പറയും. എല്ലാം പിടിക്കുന്നത് പോലെ വെള്ളം ഒന്ന്
ഒന്നോ രണ്ടോ കറക്കി എടുത്താൽ മതി. എള്ളിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മറ്റു ഗുണങ്ങൾക്കൊപ്പം ഈ എള്ളിന് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഈ ആശാളി വിത്തിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് ഹാർട്ടിനും നല്ലത്. ഇപ്പം നമ്മൾ ഏകദേശം ഉള്ളതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇപ്പം റൈസിൻസാണ് ഇട്ടത്. അതും ഒന്ന് ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഡേറ്റ്സ് ഇടാം. നുറുക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് 1/4 കപ്പ്. അപ്പോൾ അതുമൊന്ന് ചെറുതായി ഒന്ന് മൂക്കട്ടെ. ഇനി 1/2 കപ്പ് തേങ്ങ തിരുമിയതിടാം. അതും ഒരുവിധം നന്നായിട്ടൊന്ന് മൂക്കണം. ഒന്ന് കരുതി നമ്മൾ തീരെ ബ്രൗൺ കളറാക്കണ്ട, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ നെയ്യ് ഒഴിക്കുമ്പോഴാണ് ഇതിന് കുറച്ച് മണവും ടേസ്റ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ആ നെയ്യ് അതിൽ കിടന്ന് എല്ലാം ഒന്നുകൂടെ മൊരിഞ്ഞ് വരണം. തീരെ ഡ്രൈ ആയി പോലെ നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് ശർക്കര അതിലേക്ക് ഒഴിക്കാം. 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തത്. 1 കപ്പ് പൊടിച്ച ശർക്കരയോ അല്ലെങ്കിൽ ഉരുക്കിയ ശർക്കരയോ ആയാലും മതി. ഏകദേശം ഒരു 150 ഗ്രാമോളം വരും ശർക്കര. മീഡിയം ഫ്ലെയിം കൊടുത്താൽ മതി. അല്പം കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, കൈ ഇടതടവില്ലാതെ. അപ്പോൾ ഇനി നമുക്ക് ആശാളി സീഡിൻ്റെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതങ്ങിടാം. പിന്നെ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊരു ജെല്ലൈക്ക് ആയതുകൊണ്ട് ജെല്ല് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എത്ര ഇളക്കിയാലും ഇതിനകത്തൊരു ക്രിസ്പിനെസ് വരികയില്ല, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഈർപ്പം വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്കും നമ്മൾ ഈ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം, 1 ടീസ്പൂൺ. അപ്പോഴേക്കും അതിന് ഒരു മണമൊക്കെ വരും. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്കതിങ്ങനെ ഒന്ന് സൈഡ് ചരിച്ചിങ്ങനെ ഒന്ന് വയ്ക്കുമ്പോൾ അറിയാം അത് ഉരുട്ടാനുള്ളൊരു ടെക്സ്ചറായോ എന്നുള്ളത്. തീരെ വെള്ളം പോലെ ഇരിക്കാനും പാടില്ല, എന്നാൽ അധികം മൂത്തും പോകരുത്. ഇങ്ങനെ ആ സ്പാച്ചില വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഉരുട്ടത്തക്ക വിധത്തിലാണെന്ന്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം തീരെ അങ്ങ് തണുക്കണ്ട, നമുക്ക് ഉരുട്ടത്തക്ക ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം നെയ്യ് നമ്മുടെ കയ്യിലൊന്ന് തൂത്തതിന് ശേഷം ആ നെയ്യ് തൂത്ത് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഏകദേശം ഒരു 10-25 എണ്ണത്തോളം ഉണ്ടായിരുന്നു. അത്രയും വെച്ചുണ്ടാക്കിയപ്പോൾ അതിനെ ഇതുപോലെ ചെറിയ കണ്ടെയ്നറുകളിലാക്കി അടച്ച് സൂക്ഷിക്കുക. ഒരു 10 ദിവസം വരെ ഇത് കേടാകാതെ വെളിയിലിരിക്കും. ബാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു ഔഷധ കാപ്പിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നേ. അതും ഈ ആശാളി ലഡുവും നല്ല കോമ്പിനേഷനാണ്. ഔഷധ കാപ്പിയുടെ വീഡിയോ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം. ഒരു ദിവസം 1 ലഡു വീതം കഴിക്കാം, ഒരു കാപ്പിയും കൂടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ശരീരത്തിന് ആരോഗ്യപ്രദമായി വളരെ പ്രയോജനപ്പെടുന്ന, എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്സ് കാണാൻ മറക്കരുത്. ഇന്നത്തെ ടിപ്സിൽ ഞാൻ കുറച്ച് ചെറിയ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കാണിക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് കാണാം. ഞാൻ ട്രിവാൻഡ്രത്തെ ലുലു ഷോപ്പിംഗ് മോളിലെ അവിടെ യോയോസോ എന്ന് പറഞ്ഞൊരു കൊറിയൻ ഐറ്റംസ് മാത്രമേ അവിടെയുള്ളൂ. ആ ഷോപ്പിൽ 2nd ഫ്ലോറിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്, ചെറിയ സാധനങ്ങൾ. അതൊക്കെ ഒന്ന് കാണാം. ഇതിനിടയ്ക്ക് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു നീല റിങ് കാണാം. ഇതാണ് മെറ്റ AI എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, നിർമ്മിത ബുദ്ധി, മനുഷ്യനല്ല. പക്ഷേ ആ റിങ്ങിലേക്ക് നമുക്കൊന്ന് ടച്ച് ചെയ്താൽ മതി, ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി. അപ്പോഴേക്കും ഒരു മെസ്സേജിൻ്റെ കോളം വരും. അതിൽ നമുക്ക് ഈ ലോകത്ത് നമുക്കറിയേണ്ട എന്തും ചോദിക്കാം. വിഷയം ഏതൊന്നൊന്നുമില്ല, ഇംഗ്ലീഷിൽ ചില വാക്കുകൾ മാത്രം അടിച്ചാലും മതി. നമുക്കത് അത്ഭുതം തോന്നുന്ന മറുപടി അത് തരും. സാധാരണക്കാർക്കും ഒരു ഭയവും കൂടാതെ നമുക്ക് ഇതുപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം മെറ്റയോട് ചോദിച്ചപ്പോൾ ഒരു ഹൃദയത്തിൽ തൊട്ട ഒരു മറുപടി കിട്ടി. അത് ഞാനൊരു വീഡിയോ ആയി കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. പക്ഷെ ആരും അത് ശ്രദ്ധിക്കാതെ പോയി. ഞാൻ ആ വീഡിയോ എൻ്റെ സ്ക്രീനിൽ വീണ്ടും ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കെല്ലാം വളരെ പ്രയോജനപ്രദമായിരിക്കും. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നമുക്ക് ടിപ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം. ഇതൊരു നോൺ സ്ലിപ്പായിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റാണ്. വളരെ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലോർ മാറ്റാണിത്. ഇത് സെമി സർക്കിൾ ഷേപ്പിലുള്ളതാണ്. ലൈറ്റ് കളറാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ എൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു 400 and something ആണെന്ന് തോന്നുന്നു. അത് മാത്രം ഞാൻ മറന്നുപോയി. അടുത്തത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡ്രൈയിങ് ഹാങ്ങർ. പിന്നെ ഇത് ട്രാവലിനൊക്കെ നല്ലതാണ്. ഇത് മടക്കി നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇതിനെ വയ്ക്കാം.
ഇത് 6 ക്ലിപ്പുകളാണ് ഇതിലുള്ളത്. ഡ്രൈ ചെയ്യാനോ അല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് സോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിട്ട് കബോർഡിനകത്ത് തൂക്കിയിടാനും പറ്റും. നല്ലൊരു ഐറ്റമാണിത്. ഇതുപോലെ മടക്കി വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ വില 195 രൂപയാണ്, 195 റുപ്പീസ്. ഇത് 2 പെൻ ആണ്. റെഡ് കളർ പെന്ന് 145ഉം വൈറ്റിന് 95 റുപ്പീസാണ്. ഇച്ചിരി വില കൂടുതലാണോയെന്ന് എനിക്ക് തോന്നി. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിനാണ്. ഇതിൻ്റെ വില 345 റുപ്പീസ്. അടുത്ത ഈ 2 ഐറ്റമാണ് ഞാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. ഇതൊരു കേക്ക് നൈഫാണ്. ഇതിൻ്റെ സെറാമിക് ഹാൻഡിലാണ് ഇതിനുള്ളത്. കാണാൻ വളരെ ഭംഗിയാണിത്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കി. എനിക്കങ്ങനെ ഉപയോഗം അത്രയ്ക്കുള്ള വിലയ്ക്കുള്ള ഉപയോഗം തോന്നിയില്ല. ഇതിൻ്റെ നൈഫിൻ്റെ പോർഷൻ സ്റ്റീലാണ്. വില 145 റുപ്പീസ്. ഇതൊരു നല്ല നീളമുള്ള ഒരു സ്പൂണാണ്. ഇതിൻ്റെ ഹാൻഡിലെന്ന് പറയുന്നത് പോഴ്സലിനാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് സ്പൂൺ റൗണ്ട് ഷേപ്പിലുള്ളതാണ്. 145 റുപ്പീസാണ് ഇതിൻ്റെ വില. ഇത് ഞാൻ ഉപയോഗിച്ചായിരുന്നു, നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റാണ്, പ്ലാസ്റ്റിക്കിൻ്റെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ടേബിളിൽ വെച്ചിരുന്നത്, ആ വീഡിയോ മൊത്തം അതിനകത്ത് വെച്ചിരുന്ന ഈ പ്ലാന്റ് ആയിരുന്നു. ഇത് ലുലു മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വെസ്റ്റ് സൈഡ് എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 599 റുപ്പീസ്. അവിടെ വേറെയും ധാരാളം സെലക്ഷൻ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രോഗങ്ങൾ വരാതിരിക്കാനും ഇതുപോലെ ഔഷധ ഗുണങ്ങളുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രസ്റ്റ് സീഡ് ലഡ്ഡു അഥവാ ആശാളി ലഡ്ഡുവും ഈ ഔഷധ കാപ്പിയും തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരു വർഷത്തിൽ എല്ലാ കാലത്തും ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് തൊട്ട് മുൻപ് ഞാനൊരു മെറ്റ AI-യും ഞാനും എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. കുക്കിംഗ് വീഡിയോ അല്ല, അത് ഒരു പേഴ്സണൽ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കാണുക. അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്